بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യയിൽ നമ്മൾ സാനം വായിച്ചു വെച്ച ഭാഗം ഇങ്ങനെയാണ്: വമിനൽ ഈമാനി ബില്ലാഹ് അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി وبما وصفه به رسوله محمد صلى الله عليه وسلم من غير تحريف ولا تعطيل ومن غير تكييف ولا تمثيل، بل يؤمنون بأن الله ليس كمثله شيء وهو السميع البصير. ومن الإيمان بالله അല്ലാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി. അള്ളാഹു അവനെ അവൻ്റെ കിതാബിൽ എങ്ങനെ വിശേഷിപ്പിച്ചുവോ അങ്ങനെ വിശ്വസിക്കുക. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശേഷിപ്പിച്ചുവോ അങ്ങനെ വിശ്വസിക്കുക. ഇത് പൊതുവെ ആളുകളെല്ലാം അവകാശപ്പെടുന്ന കാര്യമാണ്. ഞങ്ങൾ അള്ളാഹുവിനെ അള്ളാഹു പറഞ്ഞതുപോലെയാണ് വിശ്വസിക്കുന്നത്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതുപോലെയാണ് വിശ്വസിക്കുന്നത് എന്നെല്ലാം അവകാശവാദങ്ങൾ ആളുകൾ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് നോക്കൂ, അഹ്ലുസുന്ന ആ അവകാശവാദങ്ങളെ തകർത്ത് കളയുന്ന ചില ഖൈദുകൾ, ചില നിബന്ധനകൾ ഈ വിശ്വാസത്തിന് വെക്കുകയുണ്ടായി. അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം? അതാണ് ഇനി പറയുന്ന 4 കാര്യങ്ങളില്ലാതെ ആയിരിക്കണം ആ വിശ്വാസം എന്ന വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ ഗൈരി തഹരീഫിൻ വലാ തഅതീലിൻ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംസീൽ. ഈ 4 കാര്യങ്ങൾ എന്താണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലമനില്ലാഹു വയ്യാക്കും. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. 4 കാര്യങ്ങൾ പാടില്ല. ഒന്ന് തഹരീഫ്, രണ്ടാമത്തേത് തഅതീൽ, മൂന്നാമത്തേത് തക്യീഫ്, നാലാമത്തേത് തംസീൽ. ഇത് പ്രിയ സഹോദരങ്ങളെ ശരിക്കും ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് പറഞ്ഞത് വിശ്വസിച്ചിരിക്കണം. എന്താണ് ഈ 4 കാര്യങ്ങൾ? ഒന്നാമത്തേത് തഹരീഫാണ്. തഹരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്തോ അത് മാറ്റിമറിച്ചുകൊണ്ട് അതിൽ തെറ്റായ വാദഗതികൾ പറയുക എന്നതാണ്. അള്ളാഹു യഹൂദികളെ കുറിച്ച് പറയുകയുണ്ടായി, മിനല്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി. മിനല്ലദീന ഹാദു യഹൂദികളിലുണ്ട് ആര്? യുഹർരിഫൂനൽ കലിം, അള്ളാഹുവിൻ്റെ വാക്കുകളെ തഹരീഫ് നടത്തുന്നവർ. അൻ മവാദിഇഹി, അതിൻ്റെ ഇടങ്ങളിൽ നിന്ന്, അതിൻ്റെ സന്ദർഭത്തിൽ നിന്ന് മാറ്റുക, അടർത്തിയെടുക്കുക, അതിനെ തെറ്റായ അർത്ഥത്തിലേക്ക് കൊണ്ടുപോവുക. തഹരീഫ് എന്ന വാക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഉപയോഗിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, തഹരീഫ് എന്ന വാക്ക് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഉപയോഗിച്ചു. മറ്റൊരു വാക്ക് കൂടി ഈ കാര്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അതായത് ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യം മാറ്റുക, ഒന്നുകിൽ അതിൻ്റെ പദം മാറ്റുക അല്ലെങ്കിൽ അർത്ഥം മാറ്റിക്കളയുക. അതാണ് തഹരീഫ്. അതിന് മറ്റൊരു പദപ്രയോഗം പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട്. അതാണ് തഅ്വീൽ എന്ന പ്രയോഗം. തഅ്വീൽ
തഅ്വീൽ ചെയ്യുക. നമ്മൾ മലയാളത്തിൽ നമ്മൾ ദുർവ്യാഖ്യാനിക്കുക എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഈ പദം ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ ഉപയോഗിക്കാതിരുന്നത് കാരണം അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, തഹ്രീഫ് എന്ന വാക്ക് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രയോഗമാണ്. അഥവാ വാക്കുകൾ മാറ്റിമറിക്കുന്നവരെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും വന്ന പ്രയോഗമാണ് തഹ്രീഫ് എന്ന പദം. അതുപോലെ കാര്യം കൂടുതൽ വ്യക്തമാവുക ഈ തഹ്രീഫ് എന്ന പദം പ്രയോഗിച്ചാലാണ്. തഅ്വീൽ എന്ന പദം അത് നല്ല അർത്ഥത്തിലും മോശ അർത്ഥത്തിലും പ്രയോഗിക്കാറുണ്ട്. തഅ്വീൽ എന്നത് ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തത് കാണാം. അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിനെ നീ തഅ്വീൽ പഠിപ്പിച്ചു കൊടുക്കണമേ. തഅ്വീൽ എന്നത് തഫ്സീർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. തഫ്സീർ എന്ന അർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, പഴയകാല തഫ്സീറുകളിലൊന്നായ ഇമാം ബിൻ ജരീർ തബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീർ നമുക്ക് ധാരാളമായി കാണാം. ഈ ഒരായത്ത് കൊടുത്തിട്ട് ഈ ആയത്തിൻ്റെ തഅ്വീൽ എങ്ങനെയാണ്, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും? തഫ്സീറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തഅ്വീൽ എന്ന വാക്കും ഈ കാര്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഏത് കാര്യം? ദുർവ്യാഖ്യാനം, പദങ്ങൾ മാറ്റിമറിക്കുക, അർത്ഥം മാറ്റിമറിക്കുക എന്ന കാര്യം സൂചിപ്പിക്കാൻ തഅ്വീൽ എന്ന വാക്കും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഷെയ്ഖുൽ ഇസ്ലാം ആ വാക്ക് ഒഴിവാക്കി തഹരീഫ് എന്നത് ഈ കിതാബിൽ കൊണ്ടുവരാനുള്ള കാരണം തഅ്വീൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ ഈ കിതാബ് ഇത് വസത്തിയ്യ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് റദിയുദ്ദീൻ റഹിമഹുല്ലാഹ് വന്ന് ആവശ്യപ്പെട്ടതുപോലെ ആളുകൾക്ക് ആദ്യം അഖീദ പഠിക്കാൻ, സാധാരണക്കാരായ ഒരാൾക്ക് തൻ്റെ കുടുംബത്തിന് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാവുന്ന അത്രയും ഈ വിഷയത്തിലെ കെട്ടുകൊടുക്കുള്ള മസാലകളൊന്നുമില്ലാത്ത ശുദ്ധമായ വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാകുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഈ കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ചില പ്രത്യേകത ഈ കിതാബിന് അദ്ദേഹം നിശ്ചയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലും വന്ന പദപ്രയോഗങ്ങൾ തന്നെ, പദം പോലും ഖുർആനും സുന്നത്തിലും വന്നതിനോട് അങ്ങേറ്റം യോജിച്ചുകൊണ്ട് ഉപയോഗിക്കുക. ചില പദപ്രയോഗങ്ങൾ ഖുർആനും സുന്നത്തിലും ഇല്ലാത്തത് അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എങ്കിൽ പോലും അങ്ങനെയുള്ള പദങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഈ കിതാബിൽ നിന്ന് ഒഴിവാക്കിയത് കാണാം. നോക്കൂ, തഹ്രീഫ് എന്നത് കൊണ്ട് ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു, അത് മാറ്റിമറിക്കലാണ്, ദുർവ്യാഖ്യാനിക്കലാണ്, അസത്യം പറയലാണ്. തഹ്രീഫ് അത് പല രൂപത്തിലുണ്ടാകും. ഒന്നുകിൽ ഖുർആനിലും സുന്നത്തിലും വന്ന പദം തന്നെ അതിൻ്റെ ഹർക്കത്ത് മാറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ പദം മാറ്റുക എന്നതുണ്ടാകും. അതല്ല എങ്കിൽ അർത്ഥം മാറ്റുക. ഇത് രണ്ടിനും എന്തു പറയും? തഹ്രീഫ് എന്ന് പറയും. തഹ്രീഫിൽ ഇത് രണ്ടും ഉൾപ്പെടും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ല? ഇങ്ങനെ ചെയ്യാതെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിച്ചിരിക്കണം. നിങ്ങൾ നോക്കൂ, ജഹ്മികൾ, അള്ളാഹുവിൻ്റെ സിഫത്തിനെ നിഷേധിക്കുന്നവർ, ഇങ്ങനെ മാറ്റിയ പദങ്ങളുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വകല്ലമല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചു, ഒരു സംസാരിച്ചു. ജഹ്മികൾ ഈ ആയത്തിനെ കുറിച്ച് അബു അംർ ഇബ്നുൽ അലാ എന്നു പേരുള്ള ഒരു ഖാരി, ഖുർആനിൻ്റെ പാരായണങ്ങളിലൊക്കെ വളരെ വിജ്ഞാനമുണ്ടായിരുന്ന ഒരാളുടെ അരികിൽ, മുൻഗാമികൾപ്പെട്ട ആളാണ് അദ്ദേഹം, മുജാഹിദ് ബിൻ ജബർ എന്ന താബിഈയുടെ ശിഷ്യനായിരുന്നു എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അബു അംർ ഇബ്നുൽ അലാ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഓതാത്തത്? കല്ലമല്ലാഹ മൂസ തക്ലീമ, കല്ലമല്ലാഹ മൂസ തക്ലീമ. അപ്പം എന്താ അർത്ഥം? മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചു എന്നായി. ഇദ്ദേഹം പറഞ്ഞു, ശരി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വകല്ലമഹു റബ്ബുഹു, അത് നീ എന്ത് ചെയ്യും? അതിങ്ങനെ മാറ്റാൻ കഴിയില്ല, ആ പദം എങ്ങനെയും മാറ്റാൻ സാധ്യമല്ല. വകല്ലമഹു റബ്ബുഹു അവിടെ എങ്ങനെയും മാറ്റാൻ കഴിയില്ല. സലാമത്തുള്ളാഹി, മൂസ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് സംസാരിച്ചു, അത് നീ എന്ത് ചെയ്യും
എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? കെലിമത്തിൽ തന്നെ അതിൻ്റെ ഹർഫിൽ, അതിൻ്റെ ഹർക്കത്തിൽ മാറ്റം വരുത്തുക എന്നതിൻ്റെ ഉദാഹരണമാണ്, തഹരീഫിനുള്ള ഉദാഹരണമാണ്. അതുപോലെ നോക്കൂ, മഅന അർത്ഥത്തിൽ മാറ്റം വരുത്തുക, അർത്ഥത്തിൽ മാറ്റം വരുത്തുക. ഉദാഹരണത്തിന് യൻസിലു റബ്ബുന എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുന തബാറക വതആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു വമൻ യസ്അലുനി ഫഅഅതിയഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. രാത്രിയുടെ 1/3 അവസാനത്തേത് ബാക്കിയുള്ളപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല ഭൂമിയോട് അടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവൻ ചോദിക്കും, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ പുറത്തു കൊടുക്കാം. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവർക്ക്, അവരുടെ നെഞ്ചിൽ തറക്കുന്ന, അവർക്ക് സഹിക്കാൻ സാധിക്കാത്ത ഹദീസാണിത്. കാരണം ഈ സിഫത്തിൽ അള്ളാഹുവിൻ്റെ ധാരാളക്കണക്കിന് സിഫത്തുകളുണ്ട്. റബ്ബിൻ്റെ നുസൂൽ, അവൻ ഇറങ്ങി വരിക എന്ന സിഫത്ത് മാത്രമല്ല ഉള്ളത്. പിന്നെയോ അള്ളാഹു മുകളിലുള്ളവനാണ് എന്ന സിഫത്ത് അതിലുണ്ട്. കാരണം എങ്കിലാണ് നുസൂൽ ഉണ്ടാവുക. അള്ളാഹു സംസാരിക്കുന്നവനാണ് എന്ന സിഫത്ത് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ജഹ്മികൾക്ക് ഒരിക്കലും അവർക്ക് സഹിക്കാൻ സാധിക്കാത്ത ഹദീസാണ്. ബിദ്അത്തുകാരുടെ പ്രത്യേകതയാണ്. അവർക്ക് യോജിക്കാത്ത വല്ലതും ഖുർആനിലോ സുന്നത്തിലോ വന്നാൽ അവർക്ക് ദേഷ്യം പിടിക്കും. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, അഹ്ലുസുന്നത്തിൻ്റെ പ്രത്യേകതയാണ് പഠിച്ചു വെക്കുക. ഒരു ഹദീസ് ലഭിച്ചാൽ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചു പോകുന്നതിന്, ഇത്രയും കാലം ചെയ്തു പോകുന്നതിന് എതിരായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് നമുക്ക് ലഭിച്ചാൽ അഹ്ലുസുന്നത്തിന് സന്തോഷം തോന്നും. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കിട്ടിയിരിക്കും. അത്രയും കാലം അവർ ധരിച്ചു വച്ചതിനെതിരായാലും, അത്രയും കാലം അവർ ചെയ്തു വന്നതിനെതിരായാലും. അഹ്ലു ബിദ്അത്തിന്റെ സ്വഭാവം എന്താണ്? അവർക്ക് യോജിക്കാത്തത്, അവരുടെ ഹവക്ക് യോജിക്കാത്തത്, അവരുടെ പിഴച്ച ധാരണകൾക്ക്, പ്രവർത്തനങ്ങൾക്ക് യോജിക്കാതെ വന്നിട്ടാൽ അവർക്കത് പറ്റുകയില്ല, ദേഷ്യം പിടിക്കും, സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, യൻസിലു റബ്ബുന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെ റബ്ബ് ഇറങ്ങി വരും. അഹ്ലുസുന്ന അത് വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ അള്ളാഹു ഇറങ്ങുമെന്ന്. അവൻ സകല സൃഷ്ടികൾക്കും മേലെയാണ് എപ്പോഴും, നുസൂലിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും. ഒരിക്കലും സൃഷ്ടികൾ അവൻ്റെ മേലെയാവുകയില്ല. അത് സൃഷ്ടികൾക്കാണ്, അവരിറങ്ങിയാൽ പലതും അവരുടെ മുകളിലാകുമെന്ന്. അള്ളാഹുവിൻ്റെ നുസൂൽ എന്നാൽ അവൻ്റെ ആളമത്തിന്, അവൻ്റെ മഹത്വത്തിന് യോജിച്ച നുസൂലാണ്. വിശ്വസിക്കാൻ അഹ്ലുസുന്നക്ക് ഒരു പ്രയാസവുമില്ല. എന്നാൽ ബിദ്അത്തിന്റെ കക്ഷികൾ, ജഹ്മികൾ പറഞ്ഞു, അല്ല, യൻസിലു റബ്ബുന, റബ്ബ് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ കൽപ്പന ഇറങ്ങും. നന്നായി ശ്രദ്ധിക്കുക. നമ്മുടെ ഈ അഖീദയുടെ വിഷയം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത കാണിക്കുക. നിങ്ങൾ നോക്കൂ, യൻസിലു റബ്ബുന എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു യൻസിലു അംറു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ കൽപ്പന ഇറങ്ങുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്നവർ പറഞ്ഞു. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? നിങ്ങൾ പറയൂ, എന്തിനുള്ള ഉദാഹരണമാണ് അവരുടെ ഈ വാക്ക്? തഹരീഫിനുള്ള ഉദാഹരണമാണ്. പദത്തിനാണോ മാറ്റിയത്, അല്ല അർത്ഥത്തിലാണോ? അർത്ഥത്തിൽ മാറ്റി. റബ്ബിറങ്ങും എന്ന് പറഞ്ഞതിന് അവരെന്തായി വ്യാഖ്യാനിച്ചു? റബ്ബിൻ്റെ കൽപ്പന ഇറങ്ങും എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ അർത്ഥം. അതുപോലെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. അതുപോലെ അള്ളാഹുവിൻ്റെ ഇസ്തിവ, സുമ്മ ഇസ്തവ അലൽ അർഷ്, ഇസ്തിവ എന്ന കാര്യം, അള്ളാഹു അവൻ്റെ അർഷിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർഷിന് മുകളിലുള്ളവനാണ്. അള്ളാഹു അർഷിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് 7 തവണ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, 7 തവണ. എന്നാൽ ബിദ്അത്തിന്റെ കക്ഷികൾ പറഞ്ഞു ഇസ്തവ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്തൗല എന്നാണ്. ഇസ്തവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്തൗല. എന്തേ കൂട്ടിയത്? ഒരു ലാമ മാത്രം. ഇസ്തവ എന്ന് എഴുതുമ്പോൾ അലിഫ് സീൻ ച വാവ് യ എഴുതുമ്പോൾ അങ്ങനെയാണ്. ഒരു ലാമ കൂടി കൂട്ടിയിട്ടാണ് ഇസ്തൗല എന്ന് എഴുതുക. എന്താ അർത്ഥം? ഇസ്തവ എന്ന് പറഞ്ഞാൽ
അള്ളാഹു അവൻ്റെ അർശിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കും. അവൻ അവൻ്റെ സിംഹാസനത്തിന് മുകളിലാണ്. ഇസ്തൗല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അധികാരം നേടി എന്ന്. യാ സുബ്ഹാനല്ലാഹ്, ഇത് തഹരീഫാണ്, അർത്ഥത്തിൽ മാറ്റം വരുത്തലാണ്. എങ്ങനെ ശരിയാകും അത്? ഒരിക്കലും ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അറബി ഭാഷയിലാണ്, ആ ഭാഷയോട് യോജിക്കുകയില്ല എന്ന് മാത്രമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എങ്കിൽ അർശിനെ കുറിച്ച് മാത്രം എന്തിനത് പറയണം? ആകാശഭൂമികളുടെ അധികാരം ആർക്കാണ്? അള്ളാഹുവിന്. മാത്രമല്ല ഇസ്തിവ അള്ളാഹുവിൻ്റെ ഫഅലിയായ സിഫത്താണ്, അവൻ ചെയ്ത പ്രവർത്തനമാണത്. അപ്പം അതിനു മുൻപ് അർഷിൻ്റെ അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലല്ലേ? ആണല്ലോ. ഇസ്തൗല എന്ന് പറഞ്ഞാൽ എന്താവും? അപ്പോഴാണ് അധികാരം നേടിയത് എന്നാകും. ഇത് തഹരീഫാണ്, ഒരു അക്ഷരം മാറ്റിയത്. യഹൂദികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരോട് ആ വിശുദ്ധ ഭൂമിയിലേക്ക് കയറാൻ പറഞ്ഞു, തലകുനിച്ചുകൊണ്ട്. ഹെത്ത എന്ന് പറഞ്ഞുകൊണ്ട് കയറാൻ അള്ളാഹു കൽപ്പിച്ചു എന്നാണ്. തലകുനിച്ചുകൊണ്ട് ഹെത്ത എന്ന് പറഞ്ഞ് കയറാൻ അള്ളാഹു കൽപ്പിച്ചു അവരോട്. ഒരു പരിശുദ്ധ ഭൂമിയിലേക്ക് കയറാൻ അള്ളാഹു അവരോട് കൽപ്പിച്ചു. അവരെന്ത് ചെയ്തു? പുറംതിരിഞ്ഞിട്ട് ഹെന്ത എന്ന് പറഞ്ഞിട്ട് കയറി. പുറംതിരിഞ്ഞിട്ട് പിൻഭാഗം കാണിച്ചിട്ട് ധിക്കാരത്താൽ. ഹെത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ പാപം പൊറുക്കണേ എന്നാണ്. ഹെത്ത എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയപ്പെട്ടു എന്നാണ്. ഹത്ത എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുക. അള്ളാഹു പാപങ്ങൾ മായ്ച്ചു കളയണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അവർ ഹെന്ത എന്ന് പറഞ്ഞത്, ഹെന്ത എന്ന് പറഞ്ഞ ഒരു ധാന്യമണി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നൂന് കൂട്ടിച്ചേർത്തു, തഹരീഫ്. അള്ളാഹു അവരെ അതിൻ്റെ പേരിൽ ശക്തമായി ആക്ഷേപിച്ചത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യഹൂദിയുടെ നൂന് പോലെയാണ് ജഹ്മിയുടെ ലാം. ഇസ്തവ എന്നതിന് ഇസ്തൗല എന്ന് കൂട്ടി. ആരെയാണ് പിൻപറ്റിയത്? യഹൂദികൾ താഇൻ്റെ കൂടെ ഹിത്ത എന്നതിൻ്റെ കൂടെ നൂന് കൂട്ടിയതുപോലെ. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ മനോഹരമായ നുനിയ എന്ന കവിതയിൽ പറയുകയുണ്ടായി. വളരെ മനോഹരമായ വാക്കുകളാണ്. ഉമിറൽ യഹൂദു ബി അൻ യഖൂലു ഹിത്തത്തുൻ ഫഅബൗ വഖാലു ഹിന്തത്തുൻ ലിഹവാനി. യഹൂദികളോട് അല്ലാഹു ഹിത്ത എന്ന് പറയാൻ പറഞ്ഞു, പക്ഷേ അവർ അവരുടെ നിന്ദ്യത കാരണത്താൽ ഹിന്ത എന്ന് പറഞ്ഞു. വകദാലിക അൽ ജഹ്മിയ്യു ഖീല ലഹു ഇസ്തവ ഫഅബാ വസാദ അൽ ഹർഫ ലിന്നുഖ്സാനി. ജഹ്മിയോട് അതുപോലെ ഇസ്തവ എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഒരക്ഷരം കൂട്ടി. ഖാല ഇസ്തവ ഇസ്തൗല വദാ മിൻ ജഹ്ലിഹി ലുഗതൻ വഅഖ്ലൻ ലൈസ യസ്തവിയാനി. അവൻ്റെ വിവരക്കേടാണ്. അഖ്ലിലോ അതുപോലെ ഭാഷയിലോ ഇതൊരിക്കലും ശരിയാവുകയില്ല. നൂനുൽ യഹൂദി വലാ മുജഹ്മിയ്യൻ ഹുമാ ഫി വഹി റബ്ബിൽ അർശി സായിദതാനി. യഹൂദിയുടെ നൂനും ജഹ്മിയുടെ ലാമും ഇത് രണ്ടും അള്ളാഹുവിൻ്റെ വഹിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ നോക്ക്, ഇതാണ് തഹരീഫ്. ഇത് പാടില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അവൻ്റെ പേരുകളും വിശേഷണങ്ങളും അതുപോലെ അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. തഹരീഫ് പാടില്ല. എന്തിൽ പാടില്ല? വാക്കുകൾ മാറ്റിമറിക്കാനും പാടില്ല, അർത്ഥം മാറ്റിമറിക്കാനും പാടില്ല. വാക്കുകളിലും പാടില്ല, അർത്ഥത്തിലും പാടില്ല. ഈ അർത്ഥം മാറ്റിമറിക്കുക എന്ന തഅ്വീൽ എന്ന തഹരീഫ് എന്ന പരിപാടി, ഇതിലാണ് നോക്കൂ എല്ലാ പിഴച്ച കക്ഷികളും നിലനിൽക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. തഅ്വീലിൽ ദുർവ്യാഖ്യാനിക്കുക. ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യത്തിന് അല്ല അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് പറയുക. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഈ വഹി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വ്യക്തമായ അറബി ഭാഷയിലാണ്. അത് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. തഹരീഫ് പാടില്ല. രണ്ടാമത്തേത് എന്താണ്? 4 കാര്യങ്ങൾ നമ്മൾ പാടില്ല എന്ന് പറഞ്ഞു. തഹരീഫ്. രണ്ടാമത്തേത് തഅ്തീൽ. തഅ്തീൽ എന്താണ് തഅ്തീൽ എന്നാൽ? തഅ്തീൽ എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഒഴിവാക്കുക എന്നാണ്. ഒഴിവാക്കുക, ഉപേക്ഷിക്കുക. അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞത് കാണാം, വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്റിൻ മശീദ്. വബിഇരിൻ മുഅത്തലത്തിൻ വഖസ്റിൻ മശീദ്. പഴയ അള്ളാഹു നശിപ്പിച്ച പഴയകാല നബിമാരുടെ സമൂഹങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം, അവരവരുടെ നാടുകളിലും താമസമില്ല, അള്ളാഹു അവരെ ഒന്നാകെ നശിപ്പിച്ചു. വബിഇരിൻ മുഅത്തല, ഉപയോഗശൂന്യമായ മുഅത്തലത്തായ എത്രയെത്ര കിണറുകൾ. വഖസ്റിൻ മശീദ്, ഭദ്രമായി കെട്ടിയ എത്രയെത്ര കോട്ടകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം ആളുകൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഒരു നാട്ടിൽ ആളുകൾ താമസിച്ചിരുന്നു എന്നതിനുള്ള വലിയ അടയാളമാണ് അവിടെ കിണറുകൾ കാണുക എന്നത്. അവിടെ ആൾ താമസമുണ്ടായിരുന്നു. അള്ളാഹു പറയണം ഉപയോഗശൂന്യമായ എത്രയെത്ര കിണറുകൾ. വഖസ്റിൻ മശീദ്,
ശക്തമായി കെട്ടിയ എത്ര എത്ര കോട്ടകൾ, അവിടെയുള്ള ആളുകൾ ഇവിടെ പോയി, അള്ളാഹു ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ് അർത്ഥം. അവിടെ കാണാം മുഅത്തല എന്ന് പറഞ്ഞ ആളുകൾ ഉപേക്ഷിച്ചത്. ഇവിടെ തഅ്തീൽ പാടില്ല എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ സിഫത്തുകൾ അവനില്ല എന്ന് പറയുക, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവന് ഇല്ല എന്ന് പറയുക, അവൻ്റെ ഗുണങ്ങൾ വിശേഷണങ്ങൾ ഇല്ലാതെയാക്കുക, അതാണ് തഅ്തീൽ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നവർ ഖുർആനിൽ അല്ലെങ്കിൽ മുത്തവാത്തിറായ ഹദീസിൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മുത്തവാത്തിറായ ഹദീസ് എന്ന്. ധാരാളം പരമ്പരകളിലൂടെ വന്ന ഹദീസിനാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയാം. ഖുർആനിലോ മുത്തവാത്തിറായ ഹദീസിലോ അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവരെന്താണ് പറയുക? അവരതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക. എന്നാൽ അഹാദായ ഹദീസുകൾ, സഹിഹായ ഹദീസാണ്, പക്ഷേ അഹാദായ ഹദീസ് അഥവാ ഒരു പരമ്പരയിലൂടെ വന്ന ഹദീസ്, അങ്ങനെയാണെങ്കിൽ അവരെന്താണ് ചെയ്യുക? നേർക്കേറില്ല, ഇത് ഞങ്ങൾ വിശ്വസിക്കുകയില്ല, ഈ സിഫത്ത് അള്ളാഹുവിനില്ല എന്ന് തന്നെ പറയും. ഖുർആനിലോ മുത്തവാത്തിറായ ഹദീസിലോ വന്നതാണെങ്കിലോ വേറെ അർത്ഥം നൽകും. ശ്രദ്ധിക്കുക ഇക്കാര്യം. ഇപ്പോൾ തഅ്തീൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വ്യക്തമായി ഇല്ല എന്ന് പറയുക, രണ്ട് വ്യംഗ്യമായി പറയുക, വളച്ചു കെട്ടി പറയുക. ഇത് രണ്ടും ആളുകൾക്കിടയിൽ നമുക്ക് കാണാം. ഇപ്പോൾ നോക്കൂ, തഅ്തീൽ എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ സിഫത്തുകളെ ഇല്ല എന്ന് പറയലാണ്, അവൻ്റെ വിശേഷണങ്ങളെ ഇല്ല എന്ന് പറയലാണ്. എങ്കിൽ നിങ്ങൾ പറയൂ, തഹരീഫും തഅ്തീലും തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യം പറഞ്ഞ തഹരീഫും ഈ പറഞ്ഞ തഅ്തീലും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് തഹരീഫാണ് അവർ ചെയ്യുന്ന പ്രവർത്തനം, തഅ്തീൽ അതിൻ്റെ ഫലമാണ്. എന്തിനു വേണ്ടിയാണ് ഖുർആനിലെ ആയത്തുകൾക്ക് വേറെ അർത്ഥം നൽകുന്നത്? പദങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഇല്ലാതാക്കാനാണ്. അതാണ് തഅ്തീൽ. മനസ്സിലായില്ലേ? അതാണ് തഅ്തീൽ. അപ്പോൾ തഅ്തീലിനുള്ള വഴിയാണ് തഹരീഫ്. തഅ്തീലിനുള്ള വഴിയാണ് തഹരീഫ്. അള്ളാഹുവിന് വജ്ഹ്, അവന് മുഖമുണ്ട്, ഖുർആനും സുന്നത്തിലും വന്നതാണ്. അപ്പോൾ പറയും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. അള്ളാഹുവിൻ്റെ വജ്ഹ് എന്നാൽ അതിന് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന അർത്ഥം നൽകണം എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? വജ്ഹ് എന്ന റബ്ബിൻ്റെ സിഫത്തിനെ നിഷേധിക്കാൻ, തഅ്തീൽ ചെയ്യാൻ. യദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൈകൾ, ഖുർആനും സുന്നത്തിലും വന്നതാണ്, അതിനെ നിഷേധിക്കും. എന്തിനു വേണ്ടി? എങ്ങനെ? യദ് എന്ന് പറഞ്ഞെടുത്ത് ഖുവ്വത്ത്, അള്ളാഹുവിൻ്റെ ശക്തി എന്നാണ് അർത്ഥം. ആ പണി എന്താണ്? അത് തഹരീഫാണ്. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? തഅ്തീൽ അഥവാ അള്ളാഹുവിൻ്റെ കൈകൾ എന്ന അവൻ്റെ വിശേഷണം ഇല്ലാതെയാവുക. ഇതാണ് സംഭവിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കുക. തഹരീഫിലൂടെ തഅ്വീലിലൂടെ ചെയ്യുന്നത് ഇതാണ്. ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു പാഠം പഠിക്കുക. തഅ്തീലിന് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു വഴിയും കൂടിയുണ്ട്. ഇത് കുറച്ചുകൂടി ആളുകൾ വീണുപോകാൻ സാധ്യതയുള്ള വഴിയാണ്. അതിന് തഫ്വീൽ എന്ന് പറയും. തഫ്വീൽ, മുഫവ്വിദ എന്ന് പറയും അത് ചെയ്യുന്ന ആളുകളെ. തഫ്വീദ് എന്ന് പറഞ്ഞാൽ ഫവ്വദ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫവ്വദ അഥവാ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നതിലെന്ത് കുഴപ്പം എന്ന് തോന്നിപ്പോകും. അഥവാ ഖുർആനിൽ വന്നിരിക്കുന്നു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, അള്ളാഹു അവൻ്റെ അർശിന് മുകളിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിൻ്റെ മുഖം അത് ബാക്കിയാകും. അതുപോലെ യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്കുമേൽ അള്ളാഹുവിൻ്റെ കൈയുണ്ട്. വസ്നഇൽ ഫുൽക ബിഅയുനിന, നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലായി നീ നിൻ്റെ കപ്പൽ പണിയുക. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ധാരാളം റബ്ബിൻ്റെ സിഫത്തുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെ നിഷേധിക്കാൻ, തഅ്തീൽ ചെയ്യാൻ പിഴച്ച കക്ഷികളുടെ മറ്റൊരു വഴിയാണ് തഫ്വീദ്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? അവർ പറയും അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം. ഇത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ കുഴപ്പം, നമുക്കറിയില്ല അള്ളാഹ്ക്ക് അറിയാമെന്നല്ലേ പറയുന്നുള്ളൂ. അല്ല, അതിൽ വലിയ അപകടമുണ്ട്. എന്താണത്? ആദ്യം പറഞ്ഞ കൂട്ടരുടെ ഈ കൂട്ടരുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തഹരീഫിൻ്റെ തഅ്വീലിൻ്റെ ആളുകൾ പറയും അള്ളാഹുവിൻ്റെ കൈ എന്നാൽ അള്ളാഹുവിൻ്റെ ശക്തി എന്നാണ് അർത്ഥം, നേരെ മാറ്റി. എന്നാൽ ഇക്കൂട്ടർ പറയും യദ് എന്നാൽ യദ്, അർത്ഥം നമുക്കറിയില്ല. യദെന്നാൽ യദ് തന്നെ, അർത്ഥം നമുക്കറിയില്ല, അത് അള്ളാഹ്ക്കറിയാം. കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിലെന്താ കുഴപ്പമെന്ന് വിചാരിക്കും. പക്ഷെ അതിൽ വലിയ കുഴപ്പമുണ്ട് എന്ന് മാത്രമല്ല, പലരുടെയും
വിചാരം. ഇതാണ് സലഫിൻ്റെ മദ്ഹബ് എന്നാണ്, മുൻഗാമികളുടെ വഴി തഫ്വീദാണെന്നാണ് പലരുടെയും വിചാരം. അല്ല, എന്തുകൊണ്ടല്ല ശ്രദ്ധിക്കുന്നത്? കാരണം തഫ്വീലുകാരുടെ വാദം ഒരിക്കലും ഖുർആനിലും സുന്നത്തിലും വന്ന പദപ്രയോഗങ്ങൾ അതിൻ്റെ വാഹിറായ അർത്ഥമുണ്ടല്ലോ, അതായത് അതിൽ നിന്ന് നേർക്കുനേരെ കിട്ടുന്ന അർത്ഥം, അതിൽ വിശ്വസിക്കാൻ പാടില്ല. അതിൽ ഈ രണ്ടു കൂട്ടർ യോജിക്കുന്നു. യതെന്ന് പറഞ്ഞാൽ കൈ എന്ന് വിശ്വസിക്കാൻ പാടില്ല, അതിൽ രണ്ടു കൂട്ടർക്ക് എന്തില്ല, തർക്കമില്ല. ഒരു കൂട്ടർ പറയുന്നു അത് ശക്തിയാണ്, മറ്റൊരു കൂട്ടർ പറയുന്നു ശക്തി എന്ന് പറഞ്ഞൊന്നും പറയണ്ട, പക്ഷേ യതിന് എന്തർത്ഥം പറഞ്ഞുകൂടാ, കൈ എന്നർത്ഥം പറഞ്ഞുകൂടാ. ലാഹിറായത് വിശ്വസിച്ചാൽ, നേർക്ക് നേരെ പറഞ്ഞത് വിശ്വസിച്ചാൽ ബലാലത്തിലാണ് ഒരാൾ, വഴികേടിലാണ്, അല്ല കാഫിറുകാരായി പോവും അവരുടെ വാദപ്രകാരം. ഇത് വളരെ അപകടം പിടിച്ച വാദമാണ്. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കണ്ട ആയത്തുകളും ഹദീസുകളും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരിക്കൽ പോലും നബി എന്ത് പറഞ്ഞില്ല? യതെന്ന് പറയുമ്പോൾ കയ്യെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, അള്ളാഹു അർശിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്കേ അറിയുള്ളൂ. മാത്രമല്ല, ഈ അറിയാത്ത, ആർക്കും അർത്ഥമറിയാത്ത എന്ന് മാത്രമല്ല അതിൽ കാണുന്ന അർത്ഥം വിശ്വസിച്ചാൽ ഒരാൾ ദലാലത്തിലായി. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നിറഞ്ഞ ഖുർആൻ എങ്ങനെ ഹിദായത്തിൻ്റെ കിതാബാവും, സന്മാർഗം കാണിക്കുന്ന കിതാബാവും? കാരണം ആ ഖുർആൻ നിറഞ്ഞു കിടക്കുന്ന അല്ലാഹുവിൻ്റെ സിഫത്തുകൾ, വിശേഷണങ്ങൾ, അതിൽ നേർക്ക് നേരെ വിശ്വസിച്ചാൽ അത് ദലാലത്താണ്, വഴികേടാണ്. ആ കിതാബ് എങ്ങനെ ഹിദായത്തിൻ്റെ കിതാബാകും? അത്ര അപകടം പിടിച്ച വാദം അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇങ്ങനെ പറയുകയാണ് ആളുകളോട് റബ്ബിൻ്റെ സിഫത്തുകൾ രാവും പകലും വ്യത്യാസമില്ലാതെ. നബിക്കും അറിയില്ല അതിൻ്റെ അർത്ഥം എന്താണ്, കാരണം ഇവരുടെ വാദപ്രകാരം ആർക്കേ അറിയുള്ളൂ, റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, യദ്ഹഖു റബ്ബ് ചിരിക്കുന്നു. അടിമകൾ ക്ഷാമത്തിൽ പെട്ട് അവരിങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം വരികയിൽ, അതായത് മഴ പെയ്യുകയിൽ, ഇങ്ങനെ നിരാശരായിരിക്കവേ റബ്ബിൻ്റെ സഹായമാകട്ടെ അടുത്തിട്ടുണ്ട്, മാറ്റം അടുത്തിട്ടുണ്ട്. ഖുനൂത്ത് ഇബാദിഹി വഖുർബി ഗിയറിഹി എന്നാണ് ഹദീസിലുള്ളത്. മറ്റൊരു വായന പ്രകാരം ഖുർബി ഗൈസിഹി, അള്ളാഹു കൊണ്ടുവരുന്ന മാറ്റം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം, മഴ, ഇതൊക്കെ അടുത്തിട്ടുണ്ട്. പക്ഷെ ആളുകൾ നിരാശയിലാണ്. അള്ളാഹു ചിരിക്കുന്നു, കാരണം എന്താ? അടുത്ത് വരാനിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ അബൂ റസീൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അവ യദ്ഹഖു റബ്ബ് ചിരിക്കുമോ? സഹാബി ചോദിക്കുകയാണ്, റബ്ബ് ചിരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം, അതെ. ഈ സഹാബി പറയുന്നു, ലൻ നഅദിമ റബ്ബൻ യദ്ഹഖു ഖൈറാ, ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഇനി ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഒരു ഖൈറും നമുക്ക് നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ ഈ പറയുന്ന തഫ്വീദിൻ്റെ ആളുകളുടെ അധ്യാപനമാണോ, ആ വിശ്വാസമാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത്? ഈ ഖൗമിൻ്റെ വാദപ്രകാരം അള്ളാഹുവിൻ്റെ ദാഹിക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിനെ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിലോ അർത്ഥം അല്ലാഹ്ക്ക് അറിയാം എന്ന് പറയണം. നമുക്കറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണോ പഠിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പറയണ്ടേ ഇനി അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ചാൽ ദലാലത്തിലാവും എന്നാണോ പറഞ്ഞത്? അല്ല, നഅം, അതെ, റബ്ബ് ചിരിക്കും എന്ന് പറഞ്ഞാൽ റബ്ബ് ചിരിക്കും. അള്ളാഹുവിൻ്റെ മഹത്വത്തിന്, അവൻ്റെ ആദമത്തിന്, അവൻ്റെ ജലാലത്തിന് യോജിച്ച രൂപത്തിൽ. എങ്ങനെ നമുക്കറിയില്ല, റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല, റബ്ബിനെ പോലെ ഒന്നിനെ നമ്മൾ കണ്ടിട്ടില്ല. റബ്ബിനെ കുറിച്ച് റബ്ബ് എന്തു പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ, അങ്ങനെ വിശ്വസിക്കണം. ഇപ്പോൾ തഫ്വീദ് എന്നത് അപകടമാണ്, വളരെ അപകടം പിടിച്ച വാദമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, തഫ്വീദും തഅ്വീലും രണ്ടും തഅ്തീലിൻ്റെ വഴികളാണ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ഇല്ലാതാക്കാനുള്ള വഴികളാണ്. നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. മറിച്ച് ഖുർആൻ സുന്നത്തിലും വന്നത് അതുപോലെ വിശ്വസിക്കും, തഹരീഫ് നടത്തിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തഅ്തീലല്ല ചെയ്യുക, മറിച്ച് ഇസ്ബാത്താണ് ചെയ്യുക. മറിച്ച് റബ്ബിനുണ്ട് എന്ന് അവൻ പറഞ്ഞത് ഉണ്ട് എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണത്? ഒന്ന് തഹരീഫും തഅ്തീലും, പിന്നെ തകീഫ്. മൂന്നാമത്തേതാണ് തകീഫ്. ഇതാണ് തകീഫ് എന്ന് പറഞ്ഞാൽ. തകീഫ് എന്നാൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സിഫത്തുകൾക്ക് ആ സിഫത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണം, അതിൻ്റെ രൂപം ഇങ്ങനെയാണ് എന്ന് വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുക.
കെയ്ഫ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല? കെയ്ഫ എന്ന് പറയുന്നത് എന്താ അർത്ഥം? എങ്ങനെ. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരത്തിനാണ് എന്ത് പറയുക? കെയ്ഫിയ. കെയ്ഫിയത്ത് പറയുക. ആ കെയ്ഫിയത്ത് പറയുക എന്ന പ്രവർത്തനം, അതിനാണ് തക്കീഫ് എന്ന് പറയുക. അത് നമ്മൾ ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് കെയ്ഫിയത്ത് പറയുക. അള്ളാഹു അവൻ അർശിന് മുകളിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് വജ്ഹുണ്ട്, അവന് മുഖമുണ്ട്, അവൻ കോപിക്കും, അവൻ സ്നേഹിക്കും. എങ്ങനെയാണ് ആ സ്നേഹത്തിൻ്റെ രൂപം? എങ്ങനെ? അവൻ്റെ കൈകളുടെ രൂപം എങ്ങനെ? അവൻ്റെ വജ്ഹിൻ്റെ, അവൻ്റെ മുഖത്തിൻ്റെ രൂപം എങ്ങനെ? അത് നമുക്ക് അറിയില്ല. അത് നമുക്കറിയില്ല എന്ന് പറയും. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നമുക്ക് അറിയില്ല. അതിന് കൈഫിയത്ത് പറയുക എന്നത് ഹറാമാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് കൈഫിയത്ത് പറയുക എന്നത് ഹറാമാണ്. അത് ദലാലത്താണ്, വഴികേടാണ്. എന്തുകൊണ്ട്? കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖുൽ ഇന്നമാ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. സൂറത്തുൽ അഅറാഫിലെ 33-ാമത്തെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, ഖുൽ, പറയൂ നബിയെ, ഇന്നമാ ഹറമ റബ്ബി, എൻ്റെ റബ്ബ് ഹറാമാക്കിയിരിക്കുന്ന ഇതാ ഇക്കാര്യങ്ങളാണ്, ഇത് തന്നെയാണ്, ഇത് മാത്രമാണ്. അൽ ഫവാഹിഷ്, വൃത്തികേടുകൾ, മാ ളഹറ മിൻഹാ വമാ ബത്തൻ, അതിൽ പ്രകടമായതും പുറമേക്ക് കാണാൻ സാധിക്കാത്തതും, വൽ ബഗ്യ വൽ ഇസ്മ, പാപങ്ങൾ, വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ ആളുകൾ ഉപദ്രവിക്കുക, വഅൻ തുശ്രികൂ ബില്ലാഹ്, അള്ളാഹു നിങ്ങൾ പങ്കുചേർക്കുക, മാ ലം യുനസ്സിൽ ബിഹി സുൽത്താൻ, അള്ളാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിൽ, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അറിയാത്തത് പറയുക. ഇതാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത്. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ളവർ പറഞ്ഞു, ഈ ആയത്ത് സൂറത്തുൽ അറാഫിൽ 33-ാമത്തെ ആയത്ത്, ഇതിൽ തിന്മകൾ ഓരോന്ന് ഗ്രേഡ് കൂടി വരികയാണ്. അതിൻ്റെ കടുപ്പം കൂടി വരികയാണ്. അൽ ഫവാഹിഷ്, അൽ ഇസ്ം, അൽ ബഗി, ഷിർക്ക്. എന്നിട്ട് ഷിർക്ക് കഴിഞ്ഞിട്ടാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് പറയൽ. ഷിർക്കും കഴിഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇതിലെ തിന്മകളൊക്കെ കടുപ്പം കൂടി വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഷിർക്ക് കഴിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയുക എന്നത് വന്നത്? കാരണം ഷിർക്കും കുഫറുമൊക്കെ അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയുന്നതിൻ്റെ ഇനങ്ങളാണ്. ഷിർക്കൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ ആളുകൾ തോന്നിയത് പറയുക. അവന് ശരീക്കുണ്ട്, പങ്കാളിയുണ്ട്, സന്താനമുണ്ട്, ശുപാർശക്കാരുണ്ട്. മനസ്സിലായി? ഇതിൽ നിന്നാണ് എന്തുണ്ടായത്? ഷിർക്കുണ്ടായത്. ഷിർക്ക് കഴിഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ്. അല്ലാഹു അലം. അപ്പോൾ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയുക പാടില്ല. അള്ളാഹു പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. റബ്ബിൻ്റെ സിഫത്തുകളെക്കുറിച്ച് നമ്മൾ എങ്ങനെ കൈഫിയത്ത് പറയും? അതെങ്ങനെ നമ്മളെങ്ങനെ പറയും? കാരണം റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല, അവനെ പോലെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവൻ്റെ സിഫത്തുകൾക്ക് അത് ഇങ്ങനെയാണ്, അതിനൊരു രൂപം എന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളും അഹ്ലുസുന്നത്ത് നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് കൈഫിയത്ത് പറയാതെയാണ്. നമ്മൾ സ്ഥിരീകരിക്കുന്നു എന്താണ്? ആ സിഫത്തുകൾ റബ്ബിനുണ്ട് എന്നാണ്. അവന് വജ്ഹുണ്ട്, മുഖമുണ്ട്, അവന് കൈകളുണ്ട്, അവൻ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുമ്പോൾ ഇറങ്ങി വരും, അവനെക്കുറിച്ച് അവൻ എന്തു പറഞ്ഞു അതെല്ലാം, അവൻ കോപിക്കും, അവൻ അതിനർഹതപ്പെട്ടവരോട് കോപിക്കും, അവൻ നല്ല ആളുകളെ സ്നേഹിക്കും. ഇങ്ങനെയുള്ള റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പറയുന്നത് അത് എങ്ങനെയെന്ന് പറയാതെയാണ്. എങ്ങനെയെന്നത് അതിൻ്റെ കൈഫിയത്ത് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ടാണ് സലഫുകൾ, മുൻഗാമികൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറയുമ്പോഴൊക്കെ പറഞ്ഞത് കാണാം, ബിലാ കെയ്ഫ്. എന്താണ് ഈ ബിലാ കെയ്ഫിൻ്റെ ഉദ്ദേശം? നമുക്ക് അറിയാവുന്ന ഒരു കെയ്ഫിയത്ത് അതിനില്ല എന്നാണ്. ശ്രദ്ധിക്കുക കാര്യം, അതിൻ്റെ രൂപം എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതല്ലാതെ അതിന് കൈഫിയത്ത് ഇല്ല എന്നല്ല. അള്ളാഹുവിന് വജ്ഹുണ്ട്, അതിനൊരു കൈഫിയത്തുണ്ട്, പക്ഷെ എന്തറിയില്ല, അത് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഏത് വിശേഷണവും ഒരു നിലക്കേ നമുക്കറിയുള്ളൂ, മറ്റൊരു നിലക്ക് നമുക്കറിയില്ല. അത് അറിയുന്ന ഒരു ഭാഗമുണ്ട്, അറിയാത്തൊരു ഭാഗമുണ്ട്. അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളിലും അറിയുന്ന ഭാഗം എന്താണ്? അതിൻ്റെ അർത്ഥം നമുക്കറിയാം. അറിയാത്തത് എന്താണ്? അതിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അത് നമുക്ക് അറിയുകയില്ല. അതിൻ്റെ എന്തെങ്കിലും സങ്കല്പിച്ചു മനസ്സിലൊരു രൂപം പറയുക, മനസ്സിൽ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുക അള്ളാഹുവിൻ്റെ ഏതെങ്കിലും വിശേഷണങ്ങൾക്ക്. ഇതാണ് തക്കീഫ്.
അള്ളാഹുവിൻ്റെ ഒരു സിഫത്തും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതുപോലെ അള്ളാഹുവിനെ നമ്മൾ കൈഫിയത്ത് പറയുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്. എങ്ങനെയാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമുക്കറിയില്ല, അള്ളാഹ്ക്കറിയാം. അതുപോലെ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും, അള്ളാഹുവിൻ്റെ വജ്ഹാകട്ടെ, മുഖമാകട്ടെ, അവൻ്റെ നുസൂലാകട്ടെ, അവൻ്റെ ഖദബാകട്ടെ, അവൻ്റെ കേൾവിയാകട്ടെ, എല്ലാം എങ്ങനെ എന്ന് നമുക്കറിയില്ല. അപ്പം എങ്ങനെ എന്നത് പറയലാണ് തകീഫ്. അത് പാടില്ല, അതില്ലാതെ വിശ്വസിക്കണം. നാലാമത്തെ എന്താണ്? തംസീൽ. തംസീൽ എന്നാൽ ഇന്നതിനെ പോലെ എന്ന് പറയുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തക്കീഫും തംസീലും. തക്കീഫ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തണം എന്നില്ല, മറിച്ച് ഏതെങ്കിലും ഒരു രൂപം മനസ്സിൽ തോന്നുകയോ അല്ലെങ്കിൽ മനസ്സിൽ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ മതി, തക്കീഫായി. തംസീൽ എന്നാൽ ഇതാ ഇന്ന സൃഷ്ടിയെ പോലെ എന്ന് പറയലാണ്. അള്ളാഹുവിന് കൈകളുണ്ട്, ഇന്ന് സൃഷ്ടിയുടെ കൈകൾ പോലെ എന്ന് പറയലാണ് തംസീൽ. ഇത് പാടില്ല, കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും. അതുപോലെ അള്ളാഹു പറഞ്ഞു ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് അംസാലിനെ പറയരുത്, അള്ളാഹുവിനെ പോലെയുള്ളവർ എന്ന് പറയരുത്. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറയുന്ന വേറൊരു ആയത്ത് പറയുങ്ങൾ. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് പറയുന്ന ആയത്ത് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ യാതൊന്നും തന്നെയില്ല. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അതുപോലെ സൂറത്തു മറിയമിൽ അള്ളാഹു പറഞ്ഞു ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിനെ പോലെ ആരെയെങ്കിലും നിനക്കറിയുമോ? ഇല്ല. എങ്ങനെയാണ് ഖാലിഖായ റബ്ബും മഖ്ലൂക്കുകളും ഒരുപോലെ ആവുക? എങ്ങനെയാണ് സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ കൈകൾ? അള്ളാഹു എന്താണ് അവൻ്റെ കൈകളെ കുറിച്ച് പറഞ്ഞത്? അവൻ ആകാശങ്ങളെ അവൻ്റെ വലത് കൈയിൽ ചുരുട്ടി പിടിക്കുമെന്നാണ് അന്ത്യനാളിൽ. എങ്ങനെയാണ് ഈ കൈകളെ സൃഷ്ടികളുടെ കൈകളോട് നിനക്ക് സാദൃശ്യപ്പെടുത്താനാവുക? നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കൈകൾ? അള്ളാഹു അവൻ്റെ മുഖത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഹിജാബുഹു നൂർ, അവൻ്റെ മുഖത്തിനു മുന്നിലെ മറ പ്രകാശമാണ്. മുഖത്തിനു മുന്നിലെ മറ പ്രകാശമാണ്. ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാതു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവൻ്റെ മുഖത്തിനു മുന്നിൽ ആ മറയെങ്ങാനും നീക്കിയിരുന്നുവെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ ഭംഗി കൊണ്ട്, അതിൻ്റെ ശോഭ കൊണ്ട് അവൻ്റെ ദൃഷ്ടിയെത്തുന്നിടമെല്ലാം കരിഞ്ഞു പോകുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് എങ്ങനെയാണ് ഈ മുഖത്തെ നീ പടപ്പുകളുടെ മുഖത്തോട് സാദൃശ്യപ്പെടുത്തുക? അവൻ്റെ കേൾവി എന്നാൽ അവൻ എല്ലാ ശബ്ദവും കേൾക്കും. എങ്ങനെയാണ് ഈ സമഇനെ, അള്ളാഹുവിൻ്റെ സമഇനെ പടപ്പുകളുടെ സമഇനോട് സാദൃശ്യപ്പെടുത്തുക? എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൃഷ്ടികളുടെ തന്നെ സിഫത്തുകൾ നമുക്ക് അതിൻ്റെ രൂപം എങ്ങനെയെന്ന് നമുക്ക് പലപ്പോഴും അറിയുകയില്ല. മലായിക്ക, അള്ളാഹു ഖുർആനിൽ മലക്കുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചിറകുകളെക്കുറിച്ച്, അവരുടെ കൈകളെക്കുറിച്ച്, അവരുടെ ഹൃദയങ്ങളെക്കുറിച്ച്, അവരുടെ വരവിനെക്കുറിച്ച്, അവർ മനുഷ്യനെ അടിക്കുന്നതിനെക്കുറിച്ച്. പക്ഷെ അത് എങ്ങനെ നമുക്കറിയുമോ? മലക്കുകൾ സൃഷ്ടിയാണ്, എന്നിട്ട് പോലും നമുക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുള്ളതാണ് റൂഹ്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ റൂഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റൂഹ് പിടിക്കാൻ അത് ഉള്ളിലേക്ക് പോകും. അതുപോലെ അത് പോയാൽ കണ്ണുകൾ അതിനെ പിന്തുടരും, അത് പിടിക്കപ്പെടും, അത് ഉയർത്തപ്പെടും. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. പോകട്ടെ, ഒരു ചെറിയ ഈച്ച, ഈ ഈച്ചയെക്കുറിച്ച് അതിൻ്റെ സിഫാത്ത്, അതിൻ്റെ മുഴുവൻ വിശേഷണങ്ങളും മനുഷ്യനറിയുമോ? അറിയില്ല. നിങ്ങൾ നോക്കൂ, ചെറിയൊരു പടപ്പാണ്, പക്ഷേ എത്ര നമ്മൾ വായിച്ചിട്ടുണ്ട് ഈച്ചയെക്കുറിച്ച് പുതിയ കണ്ടെത്തൽ വന്നിരിക്കുന്നു, ഉറുമ്പിനെ കുറിച്ച് പുതിയൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നു. എന്താ കാരണം? ഈ പൊടി പോലെയുള്ള ഈ ഒരു മഖ്ലൂഖിനെ കുറിച്ച്, അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, അതിൻ്റെ ഉള്ളിലെന്താണ്, പടപ്പുകൾക്കറിയില്ല. എന്നിട്ടാണോ റബ്ബിനെക്കുറിച്ച് റബ്ബ് പറഞ്ഞതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുക. എന്ന് മാത്രമല്ല, സൃഷ്ടികളുടെ തന്നെ സിഫത്തുകൾ, വിശേഷണങ്ങൾ ഒരുപോലെയാണോ? അല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ പറയുകയാണ്, ഒരാനയുടെ മുഖം, ഒരു ഉറുമ്പിൻ്റെ മുഖം, രണ്ടിന് വജുണ്ട്, പക്ഷെ രണ്ടും ഒരുപോലെയാണോ? ഇല്ല. ഇത് മഖ്ലൂക്കുകളുടെ സ്ഥിതിയാണ് എങ്കിൽ
ഖാലിഖായ റബ്ബിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഇമാം ലാലക്കായി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ചൊരു സംഭവമാണ്. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി എന്നു പേരുള്ള മുഹദ്ദിസുകളിൽപ്പെട്ട ഇമാമിയങ്ങളിൽപ്പെട്ട ഒരാൾ, പഴയകാല മുഹദ്ദിസീങ്ങളുടെ ഇമാമുമാരിൽപ്പെട്ട പണ്ഡിതനാണ്. ഹദീസ് പണ്ഡിതന്മാരുടെ ഇമാമുമാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി. അദ്ദേഹം അറിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് ഈ രൂപത്തിൽ സംസാരിക്കുന്ന ഒരുവനുണ്ട് എന്ന്. അദ്ദേഹം അവനെ വിളിച്ചു. ഞാൻ മുമ്പ് ഈ സംഭവം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞിട്ടില്ല എങ്കിലും ഇമാം മാലിക്കിൻ്റെ ഈ സംഭവം സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാലിക് റഹിമഹുല്ലാ അള്ളാഹുവിൻ്റെ അർശിൽ ഒരുവൻ അവൻ ഇസ്തിവാ ചെയ്ത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് പറഞ്ഞു അത് വിശ്വസിക്കാൻ അത് എങ്ങനെയെന്ന് അറിയാം, അർത്ഥമറിയാം, പക്ഷെ കെയ്ഫ് അറിയില്ല, മജ്ഹൂൽ, എങ്ങനെയെന്നറിയില്ല. അർത്ഥമറിയാം, എങ്ങനെയെന്നറിയില്ല. അൽ ഇസ്തിവാഉ മഅലൂം. മറ്റു ചില റിവായത്തുകൾ അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂൽ. ഇസ്തിവാ എന്നാൽ അതിൻ്റെ അർത്ഥം അറിയാം, അതെന്താണെന്ന് അറിയാം, പക്ഷേ കെയ്ഫ് അറിയില്ല. വിശ്വസിക്കൽ നിർബന്ധമാണ്. ചോദ്യം ബിദഅത്താണ്, ഇവനെ പിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞു. കാരണം ഇമാം മാലിക്കിൻ്റെ മജ്ലിസിൽ നിന്ന് ഒരുത്തനെ പുറത്താക്കിയാൽ അവൻ പുറത്താണ്. മനസ്സിലായില്ലേ? മഹ്ജൂറാണവൻ, തള്ളപ്പെട്ടു. പിന്നെ അവൻ്റെ പിന്നാലെ ആളുകൾ പോവില്ല. പക്ഷെ പിൽക്കാലത്ത് ചിലപ്പോൾ ആ സ്ഥിതി അങ്ങനെ ആയിരിക്കണം എന്നില്ല. പുറത്താക്കി അവൻ്റെ പിന്നാലെ ആയിരിക്കും ചിലപ്പോൾ ആളുകളൊക്കെ പോവുക. പുറത്താക്കപ്പെടുന്ന കാലവും പുറത്താക്കുന്ന ആളുടെ അവസ്ഥയും ഒക്കെ പോലെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ സത്യം വെളിപ്പെടുക, ആളുകൾ സ്വീകരിക്കുക എന്നതാണല്ലോ കാര്യം. അപ്പം അതിനനുസരിച്ച് നിലപാട് അഹ്ലുസുന്നത്തിൻ്റെ ഖുവ്വത്തിന്, ശക്തിക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് മാറും. അസ്ൽ എന്താണ്? അടിസ്ഥാന നിയമം ബിദഅത്തുകാരെ മാറ്റി നിർത്തുക, ബിദഅത്തിൻ്റെ കക്ഷികൾ അകന്നു നിൽക്കുക എന്നതാണ് അടിസ്ഥാന നിയമം. അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ ഒരാളുടെ ഹിദായത്തിന് വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സാദൃശ്യപ്പെടുത്തുന്ന ഒരുവനെ കണ്ടു. എന്നിട്ട് ഇമാം അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ചു, ശരി, നിനക്കറിയാമല്ലോ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്രാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വലിയ വലിയ ആയത്തുകൾ ഇസ്റാ മിഅറാജിൻ്റെ രാത്രിയിൽ കണ്ടു എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ആയത്തുകളിൽപ്പെട്ടതാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ കണ്ടു. ഒരു തവണ ആകാശത്ത് വെച്ച്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ആകാശത്തായിരുന്നു. മറ്റൊരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലൂടെ നടക്കുമ്പോൾ മുകളിൽ ജിബ്രീലിനെ കണ്ടു. 2 തവണയും ജിബ്രീലിന് എത്ര ചിറകുകളുണ്ടായിരുന്നു? 600 ചിറകുകൾ. 600 ജനാഹ്, 600 ചിറകുകൾ. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ ഇയാളോട് പറഞ്ഞു, 600 ചിറകുകൾ മുളച്ച ഒരു മഖ്ലൂഖിനെ കുറിച്ച് നീ എനിക്കൊന്ന് പറഞ്ഞു, ഒന്ന് അതിൻ്റെ രൂപം ഒന്ന് നീ എനിക്ക് വിവരിച്ചതാ, ഒന്ന് കാണിച്ച് അതുപോലെ ഒന്നിനെ. പിളാകെ അന്താളിച്ചു, എന്തൊരു പടപ്പാണ്, സൃഷ്ടിയാണ്. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി പറഞ്ഞു, പോട്ടെ, 597 ഞാൻ കുറച്ചു തരാം, 597 ഞാൻ കുറച്ചു തരാം. 600, 3 ചിറക് മുളച്ചത്, 3 സ്ഥലത്ത് മുളച്ചത്, അങ്ങനെ ഒരു മഖ്ലൂഖിനെ നീ ഒന്ന് എനിക്ക് പറഞ്ഞു, നീ ഒന്ന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മഖ്ലൂഖിനെ അങ്ങനെ കാണിച്ചതാ. അപ്പോൾ അയാളാകെ അന്താളിച്ച് നിന്നു. കാരണം അങ്ങനെ ഒരു സൃഷ്ടിയെ പോലും എന്തറിയില്ല, നമുക്കറിയില്ല. നമ്മൾ കണ്ട ചിറകുള്ള മഖ്ലൂഖുകൾക്കൊക്കെ എത്ര ചിറകുള്ളത്? 2 ചിറക്. നോക്കൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് മഖ്ലൂഖുകളുടെ സ്ഥിതി. എന്നിട്ടാണ് നീ റബ്ബിനെ കുറിച്ച്, അവൻ്റെ സിഫത്തുകളെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അത് സൃഷ്ടികളെ പോലെ ആയിപ്പോവില്ലേ ഇങ്ങനെ രൂപത്തിൽ പറയുന്നത്? അയാൾ ഈ സംസാരത്തിലൂടെ ആ പിഴച്ച മദ്ഹബിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയതാണ് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാ അദ്ദേഹം സംസാരിച്ചപ്പോൾ. ഇതാണ് സഹോദരങ്ങളെ കാര്യം. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ച് അതുപോലെ വിശ്വസിക്കുകയല്ലാതെ അവൻ്റെ സിഫത്തുകൾ എങ്ങനെ എന്നത് അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നത് സാധ്യമല്ല. ആ ആശ മുറിച്ച് കളയുകയല്ലാതെ വഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഫക്കറൂ ഫി ആലാഇല്ലാഹ് വലാ തഫക്കറൂ ഫില്ലാഹ്, തഫക്കറൂ ഫി ആലാഇല്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ ആഴത്തിൽ ആലോചിക്കുക, ചിന്തിക്കുക. എന്നാൽ നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് നീ തഫക്കുർ ചെയ്യരുത്, അത് നിനക്ക് സാധിക്കുകയില്ല. എങ്ങനെ തഫക്കുർ? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ എങ്ങനെ, അതെങ്ങനെയായിരിക്കും, അതിങ്ങനെ എങ്ങനെയായിരിക്കും, അള്ളാഹുവിൻ്റെ വജ്ഹ് എങ്ങനെയായിരിക്കും, അവൻ്റെ കോപം എങ്ങനെയായിരിക്കും, അവൻ്റെ ഇഷ്ടം എങ്ങനെയായിരിക്കും, അവൻ വരുന്നത് എങ്ങനെയായിരിക്കും, അത് ചിന്തിച്ചിട്ട് കാര്യമില്ല, നിനക്കത് ലഭിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു.
അതിൽ കൂടുതൽ നീ ശ്രമിച്ചാൽ നീ തളർന്നു പോവും. എങ്ങനെ? നീ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നട്ടുച്ച നേരത്തെ ഒരാൾ സൂര്യനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നട്ടുച്ച നേരത്ത് സൂര്യനെ നോക്കി എന്നാൽ എന്ത് സംഭവിക്കും? നോക്കിയാളുടെ കണ്ണു പോകുന്നല്ലാതെ. എന്നാൽ സൂര്യനെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ല. ഇതൊരു സൃഷ്ടിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഈ രൂപത്തിൽ നീ നിൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിൻ്റെ ബുദ്ധി തളർന്നു പോകുന്നല്ലാതെ, നിൻ്റെ ആലോചന തളർന്നു പോകുമെന്നല്ലാതെ സാധ്യമല്ല, മറ്റൊന്നും സാധ്യമല്ല. അപ്പോൾ നോക്കൂ, ഇതാണ് തംസീൽ. ഇത് പാടില്ല. സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുക എന്നത് പാടില്ല. ഇതൊന്നുമില്ലാതെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ വിശ്വസിക്കുന്നത്. തംസീൽ പോലെ പണ്ഡിതന്മാർ പ്രയോഗിക്കാറുള്ള മറ്റൊരു പദമാണ് തശ്ബീഹ്. തശ്ബീഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ അറബിയിൽ കേട്ടിട്ടുണ്ടോ? ഷബീഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ പോലെ. യുഷ്ബിഹ് ഹാദ ബിഹാദ, ഇതിനെ പോലെ ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഇത് രണ്ടും ബന്ധമുള്ള പദങ്ങളാണ്, എന്നാൽ ചില വ്യത്യാസവുമുണ്ട്. എന്താണ് ബന്ധം, എന്താണ് വ്യത്യാസം? തശ്ബീഹ് എന്നാൽ സാദൃശ്യമാണ്, പക്ഷേ എല്ലാ നിലക്കുമുള്ള സാദൃശ്യമല്ല, പല നിലക്കുള്ള സാദൃശ്യം, അതാണ് തശ്ബീഹ്. തംസീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഒരു വ്യത്യാസമില്ല, അതാണ് തംസീലും തശ്ബീഹ്. അള്ളാഹുവിന് ഒരു മസീലില്ല, അവനെ പോലെ എല്ലാ നിലക്കും അവനെ പോലെ ആരുമില്ല. അതുപോലെ ഷബീഹുമില്ല, എല്ലാ നിലക്കുമല്ല എങ്കിലും ഏതെങ്കിലും ഒരു വിശേഷണത്തിലെങ്കിലും റബ്ബിനെ പോലെ അങ്ങനെയും ആരും ഇല്ല. നിങ്ങൾ നോക്കൂ, ഈ രണ്ട് പദവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഖുർആനിൽ കാണാം. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ശ്രദ്ധിക്കുക ഈ ആയത്ത്. സൂറത്തുൽ ബഖറയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല അല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുന അല്ലാഹ് ഔ തഅതീന ആയ കദാലിക ഖാല അല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും. വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞു, എന്തുകൊണ്ട് റബ്ബ് അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ഞങ്ങൾക്കൊരു ആയത്ത് കാണിച്ചു തരുന്നില്ല. അള്ളാഹു പറഞ്ഞു, കദാലിക, ഇങ്ങനെയാണ് ഖാല പറഞ്ഞത്, അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരും പറഞ്ഞത്, മിസ്ല ഖൗലിഹിം, മിസ്ല ഖൗലിഹിം, ഇവരുടെ അതേ വാക്ക് മിസ്ല എന്നാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെ, ഒരക്ഷരത്തിൽ വ്യത്യാസമില്ല, അതുപോലെ തന്നെയാണ് അവരും പറഞ്ഞത്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, തശാബഹത് ഖുലൂബുഹും, അതേ ആയത്തിൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ തശാബഹത്, അവിടെ ഉപയോഗിച്ചത് ഈ പദമാണ്. ഷബീഹ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചത്. തശ്ബീഹിനോട് ബന്ധമുള്ള പദമാണ് ഉപയോഗിച്ചത് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. കാരണം എന്താ? വാക്ക് രണ്ടു കൂട്ടരുടെ ഒരേ വാക്ക്. പണ്ടുള്ളവരും പറഞ്ഞു അള്ളാഹ് ഞങ്ങൾക്ക് കാണിച്ചു, അള്ളാഹ് ഞങ്ങളോട് സംസാരിക്കട്ടെ, ഇവരും പറഞ്ഞു അതേ വാക്ക്. പക്ഷെ ഇവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സാദൃശ്യമാണുള്ളത്. എല്ലാ നിലക്കും എന്തല്ല, അവരുടെ ഹൃദയം പോലെയല്ല ഇവരുടെ ഹൃദയം. ഒറ്റ ആയത്തിലാണിത്. ഖാല അല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുന അല്ലാഹ് ഔ തഅതീന ആയ കദാലിക ഖാല അല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം. രണ്ടു കൂട്ടരുടെയും വാക്ക് ഒരേപോലെ. തശാബഹത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സാദൃശ്യപ്പെട്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അവനൊരു മസീൽ, അവനെപ്പോലെ എല്ലാ നിലക്കും ഇല്ല, ഒരു സിഫത്തിലുമില്ല. അതുപോലെ അതിനോട് സാദൃശ്യപ്പെടുന്ന ഒരു സിഫത്ത് അതും ഇല്ല. അപ്പോൾ നോക്കൂ, അഹ്ലുസുന്ന ഇതൊന്നുമില്ലാതെ റബ്ബിൽ വിശ്വസിക്കുന്നു, അവൻ്റെ വിശേഷണങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ വിശേഷണം നമ്മൾ സ്ഥിരീകരിക്കുന്നു, ബിലാ തക്കീഫിൻ വല തംസീൽ, അതിനൊരു രൂപം പറയാതെ, അതിനെ സാദൃശ്യപ്പെടുത്താതെ. അതുപോലെ അള്ളാഹുവിനില്ലാത്ത വിശേഷണങ്ങൾ നമ്മൾ അവനിൽ നിന്ന് ഒഴിവാക്കി പറയും, തസ്ബീഹ് ചെയ്യുന്നു. അള്ളാഹ് പരിശുദ്ധനാണ്, പക്ഷേ എന്ത് ചെയ്യുകയില്ല, തഅതീലില്ലാതെ. അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ ഒഴിവാക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുക, തസ്ബീഹ് ചെയ്യുക. അതുകൊണ്ടാണ് തസ്ബീഹിൻ്റെ കൂടെ എപ്പോഴും ഹംദ് പൊതുവേ വരുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ബിഹംദിഹി, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. കാരണം തസ്ബീഹിലുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് ഇല്ലാത്തത് ആരൊക്കെ പറഞ്ഞു അതിൽ നിന്നൊക്കെ അവൻ പരിശുദ്ധനാണ് എന്ന് പറയലാണ്. ഹംദിലുള്ളതോ അള്ളാഹുവിൻ്റെ മഹത്തരമായ വിശേഷണങ്ങൾ അവന് ഉണ്ട് എന്ന് പറയലാണ് എന്തിലുള്ളത്, ഹംദിലുള്ളത്, അള്ളാഹുവിനെ സ്തുതിക്കുന്നതിൽ ഉള്ളത്. നിങ്ങൾ നോക്കൂ, എന്നാൽ പിഴച്ച കക്ഷികൾ അഹ്ലുസുന്നത്തിനെ കുറിച്ച് പറയാറുണ്ട് എന്ത്, നമ്മൾ അള്ളാഹിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത്? കൈയുള്ള അള്ളാഹുലാണ് അവർ വിശ്വസിക്കുന്നത്, കാലുകളുള്ള അള്ളാഹുലാണ് വിശ്വസിക്കുന്നത്, മുഖമുള്ള അള്ളാഹുലാണ് വിശ്വസിക്കുന്നത്. മുസ്ലിയാരുടെ മനസ്സിൽ
റബ്ബിൻ്റെ യദ്, റബ്ബിൻ്റെ വജുഹ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ യദ് പോലെ വജു പോലെയാണ് അയാൾ കാണുന്നത്. അയാളാണ് ആദ്യം അള്ളാഹുവിനെ തംസീൽ നടത്തിയത്. അതിൻ്റെ പുറത്താണ് ഈ സംസാരിക്കുന്നത്. അഹ്ലുസുന്ന നമ്മൾ ഒരിക്കലും എന്തില്ല, സൃഷ്ടികളോട് റബ്ബിനെ സാദൃശ്യപ്പെടുത്തുകയില്ല. സാദൃശ്യപ്പെടുത്തിയവൻ കാഫറാണെന്നാണ് നമ്മൾ വിശ്വാസം. അതല്ലാതെ സാദൃശ്യപ്പെടുത്തുന്നവർ, ഇത് പഴയ കാലത്തേ ഉള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ ബില കെയ്ഫ്, അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് എന്തില്ല, കെയ്ഫിയത്ത്, നമുക്കറിയുന്ന ഒരു കെയ്ഫിയത്തില്ല എന്നതിനെ പരിഹസിച്ചുകൊണ്ട് പഴയ കാലത്ത് തന്നെ. ഇപ്പോൾ ജമഖ്ശരി എന്നു പേരുള്ള ഒരു മുഫസ്സിറുണ്ട്, അയാളുടെ തഫ്സീറാണ് കെഷാഫ്. ഞങ്ങൾ പഠിച്ച സ്ഥാപനത്തിലൊക്കെ ലൈബ്രറിയിൽ ഇങ്ങനെ വലുതായി കാണുന്നത് കെഷാഫ്. ആകെ ഒരു തഫ്സീറേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഈ തഫ്സീർ, ഈ പഴച്ച തഫ്സീർ, മുഅ്തസിലത്തിൻ്റെ തഫ്സീർ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ. ഇപ്പോൾ മസ്ജിദുകളിലൊക്കെ പരിഭാഷപ്പെടുത്തി വിതരണം ചെയ്യുന്നുണ്ട് തഫ്സീർ. ഏത് തഫ്സീർ? റാസിയുടെ തഫ്സീർ. മുജാഹിദ് പള്ളികൾ മനസ്സിലായില്ലേ? റാസിയുടെ തഫ്സീർ മലയാളത്തിലിറക്കി ഫ്രീ ആയി വിതരണം ചെയ്യുന്നു. ബലാലത്തുകൾ നിറക്കപ്പെട്ട, വഴികേടുകൾ നിറക്കപ്പെട്ട തഫ്സീറാണത്, റാസിയുടെ തഫ്സീർ. എത്ര അഹ്ലുസുന്നത്തിൻ്റെ തഫ്സീറുണ്ട്, അതൊന്നുമല്ല, മലയാളത്തിൽ അടിച്ചിട്ട് വിതരണം ചെയ്യുകയാണ്. ഇങ്ങനെയുണ്ട്. ഈ തഫ്സീറിൽ ജമഖ്ശരി പറയുകയുണ്ടായി, ലജമാഅത്തുൻ സമ്മൗ ഹവാഹും സുന്നതൻ വജമാഅത്തൻ ഹുംറുൻ ലഅംരി മൂകഫ. ഒരു കവിതയാണ്, പഴയകാല അയാളുടെ അതേ മദ്ഹബിൽപ്പെട്ട ഒരാളുടെ കവിത ഉദ്ധരിച്ചതാണ്. അതായത് ലജമാഅത്തുൻ, ഒരു കൂട്ടരുണ്ട്, സമ്മൗ ഹവാഹും സുന്ന, അവരെ വിളിച്ചത് സുന്നത്തിൻ്റെ ആളുകളെന്നാണ്, അഹ്ലുസുന്ന എന്നാണ്. സുന്ന വ ജമാഅ ഹുംറുൻ, ഒരു ഹമീറുകളാണ്, ഹിമാറുകളാണെന്നാണ് പറഞ്ഞത്. ലഅംരി മൂകഫ, ഇക്കാഫ് ധരിക്കപ്പെട്ട ഹിമാർ എന്ന് പറഞ്ഞാൽ പുറത്ത് സഞ്ചരിക്കാനുള്ള ഒരു സാധനം വിരിക്കും, അങ്ങനെയുള്ള കഴുതകളാണിവർ. ഖദ് ശബ്ബഹൂഹു ബിഖൽഖിഹി, ഇവർ സ്രഷ്ടാവായ റബ്ബിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തി. വതഖവഫു ശുൻഅൽ വറ, എന്നിട്ട് ആളുകൾ കുറ്റം പറയുന്നത് പേടിച്ചു. ഫതസത്തറു ബിൽ ബൽകഫ, എന്നിട്ട് ഇവർ ബൽകഫയുടെ പിന്നിൽ ഒളിച്ചു. എന്താ ഈ ബൽകഫ? ബിലാ കെയ്ഫ് എന്നതിനെ ചുരുക്കി പറഞ്ഞതാണ്. ബിലാ കെയ്ഫ് നമ്മൾ പറയണ്ടല്ലോ, കെയ്ഫില്ല, എങ്ങനെയെന്ന് പറയുകയില്ല, അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതിൻ്റെ പിന്നിൽ ഒളിച്ചു ഇവർ. സംഭവം ഇവർ അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുക എന്ന് നമ്മെക്കുറിച്ച്, അഹ്ലുസുന്നത്തിനെ കുറിച്ച് ജമഖ്ശരി പറഞ്ഞു. അഹ്ലുസുന്നത്തിന് മറുപടി പറഞ്ഞു. അഹ്ലുസുന്നത്ത് പറഞ്ഞു, വമുബൽകിഫുൻ ലിദ്ദാതി താല തഅജ്ജുബി മിൻ ശിദ്ദത്തി ഇസ്തിൻകാരിഹി ലിൽ ബൽകഫ. ഇയാൾ ഈ ബൽകഫയെ എതിർക്കുന്നു. ബിലാ കെയ്ഫ്, രൂപമില്ല എന്ന്, രൂപം പറയില്ല എന്ന് പറയുന്നതിനെ എതിർക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹിൻ്റെ ദാത്തിനെ കുറിച്ച് അവരും ഇത് പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഉണ്ടോ? ഉണ്ട്. അള്ളാഹുവിൻ്റെ ദാത്തുണ്ട്. ദാത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് സത്ത, അസ്തിത്വം എന്നൊക്കെ പറയാം. അള്ളാഹുവിൻ്റെ ദാത്തുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്, അള്ളാഹു ഉണ്ട്. അള്ളാഹിനെ പോലെ ആരെങ്കിലും ഉണ്ടോ? കെയ്ഫ, അള്ളാഹു എങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും? ബിലാ കെയ്ഫ്, കെയ്ഫ് നമുക്കറിയില്ല. അപ്പോൾ ഈ ബൽകഫ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ദാത്തിനെ കുറിച്ച്. ഇൻ കുൻത തുൻകിറുഹ ഫകയ്യിഫ് ദാതഹു അയ്ദൻ, എങ്ങനെയെന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എങ്ങനെയെന്ന് നീ പറയും. അതായത് ബിലാ കെയ്ഫ്, എങ്ങനെയെന്ന് നമ്മൾ പറയുകയില്ല എന്നതിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അള്ളാഹിനെ കുറിച്ച് കെയ്ഫിയത്ത് നീ പറയൂ. വഖുൽ ഹിയ കദ്ദവാത്തി മുകയ്യഫ, ബാക്കിയുള്ളതിനെ പോലെയാണ് അള്ളാഹു എന്ന് പറയൂ. ബൽ അൻത തുസ്ബിതുഹ, അല്ല, ബിലാ കെയ്ഫ് എന്ന വാക്ക് നിങ്ങളവിടെ പറയുന്നുണ്ട്. വലാ തദ്രി, എന്നാൽ നിങ്ങൾക്കത് അറിയില്ല. കമാ ലം തദ്രി ഖത്തു മനിൽ ഹമീറുൽ മൂകഫ, ആരാണ് ഹിമാർ എന്നതും അറിയാത്തതുപോലെ തന്നെ ഇതും അറിയില്ല. വലഖദ് ഹജൗത വമാ ദലൽത വഇന്നമാ അബദൻ തദുല്ലു അലൽ ഹമീറിൽ അജ്റഫ, നിങ്ങൾ ആരോപണം ഉന്നയിച്ചു, പക്ഷെ തെളിവൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വിവരക്കേട് പറയുക. അജ്റഫത്ത് ആരുടെ അടയാളമാണ്? ഹമീറുകളുടെ അടയാളമാണ് എന്ന് അഹ്ലുസുന്ന അദ്ദേഹത്തിന് മറുപടി പറയുകയുണ്ടായി. മനസ്സിലായില്ല? അപ്പോൾ തഹ്രീഫില്ലാതെ, തഅതീലില്ലാതെ, തംസീലില്ലാതെ, തഖീഫില്ലാതെ അഹ്ലുസുന്ന അള്ളാഹുൽ വിശ്വസിക്കുന്നു. ഈ അറബി പദപ്രയോഗങ്ങളായതുകൊണ്ട് അത് ചിലപ്പോൾ ചില ആളുകൾക്ക് പ്രയാസമായി തോന്നിയേക്കാം. ആവർത്തിച്ച് കേൾക്കുക. അള്ളാഹുവിൻ്റെ സിഫത്തുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞത്. അല്ലമനില്ലാഹു ഇയ്യാക്കും. അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ മനസ്സിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു അലം സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.